30 കോടി രൂപ ഒന്നാം സമ്മാനവുമായി കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ 2026 വിപണിയിൽ. തൃശൂരിലെ ജില്ലാതല വിതരണോദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ 2026 ടിക്കറ്റുകളുടെ തൃശൂർ ജില്ലാതല വിതരണോദ്ഘാടനവും പ്രകാശനവും രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ഇത്തവണ 30 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്താതെ തന്നെ ഒന്നാം സമ്മാനത്തുക ഉയർത്തിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് MLA പറഞ്ഞു. സാധാരണക്കാരായ മനുഷ്യർക്ക്, അംഗവൈകല്യം സംഭവിച്ചവർക്ക്, നല്ല കഠിനമായ ജോലികൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക്, രോഗികളൊക്കെ ഉള്ളവരെ 10,000-കണക്കിന് പേരാണ് നമ്മുടെ സംസ്ഥാനത്ത് ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നടത്തി വരുന്നത്. അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടായി മുന്നോട്ട് പോകുവാൻ ഈ ലോട്ടറി വിൽപ്പന വളരെ സഹായകരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, 500 രൂപ കൊടുത്ത് ഓണം ബമ്പർ സമ്മാനമായി വാങ്ങുമ്പോൾ ആ 500 രൂപയിൽ നിന്നും നമ്മൾ ഭാഗ്യപരീക്ഷണത്തിന് മാത്രമല്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും കൂടിയിട്ട് ഒരു സംഭാവന നൽകുന്ന തുല്യമായിട്ടാണ് ഈ ലോട്ടറി കച്ചവടമായി നമ്മൾ കാണുന്നത്. ഭാഗ്യാന്വേഷണത്തിനപ്പുറം ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളക്ടറേറ്റ് അനക്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷയായി. ആദ്യ ടിക്കറ്റ് ലോട്ടറി ഏജന്റ് AR ലക്ഷ്മണന് നൽകി മേയർ വിൽപ്പന ഉദ്ഘാടനം നിർവഹിച്ചു. മീഡിയ ടൈം, തൃശൂർ.